ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ പോലീസ് കേസ് എടുക്കുന്നില്ല എന്ന അൻസിബയുടെ ഹർജിയിൽ അൻസിബയുടെ മൊഴിയെടുക്കും. അടുത്ത മാസം 29-ന് ഹാജരാകാൻ കോടതിയുടെ നിർദ്ദേശം. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, വിശദാംശങ്ങൾ. അക്ഷയ്, ഇത് അൻസിബ ഈ ലക്ഷ്മിപ്രിയക്കെതിരെ പാലാരിവട്ടം പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. ലക്ഷ്മിപ്രിയ മാത്രമല്ല, ലക്ഷ്മിപ്രിയ ഉൾപ്പെടെ 3 പേർക്കെതിരെയായിരുന്നു പരാതി. യൂട്യൂബ് ചാനലിലൂടെ തന്നെ അധിക്ഷേപിച്ചു എന്നുള്ളതായിരുന്നു അൻസിബയുടെ പരാതി. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതായത് ഒരു ഓൺലൈൻ ചാനലിൽ ലക്ഷ്മിപ്രിയയുടെ അഭിമുഖം എടുക്കുകയും ആ അഭിമുഖം വഴിയാണ് അൻസിബയെ അപമാനിച്ചത് എന്നുള്ളതാണ് അൻസിബയുടെ പരാതി. പക്ഷേ ഈ പരാതി നൽകി 1 മാസമായിട്ടും പോലീസ് കേസെടുത്തില്ല. ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അൻസിബ ഹർജി നൽകിയിരുന്നത്. ഈ കേസെടുക്കാത്ത സാഹചര്യം സംബന്ധിച്ച് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടായി. ഇക്കാര്യത്തിൽ കോടതി പോലീസിന്റെ വിശദീകരണം ചോദിച്ചു. പോലീസ് അതിന് മറുപടി നൽകി. പോലീസിന്റെ വിശദീകരണം അനുസരിച്ച് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചത് ഈ അൻസിബയുടെ പരാതി അതൊരു മാനനഷ്ട കേസിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ്, മാനനഷ്ടത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇതിൽ കേസെടുക്കാൻ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനാകില്ല എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. എന്നാൽ അൻസിബ പോലീസിന്റെ വാദങ്ങളെ എതിർത്തു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാതിയാണിത്, അതിൽ പോലീസ് നടപടിയെടുക്കേണ്ടതാണ് എന്ന് അൻസിബയും കോടതി അറിയിച്ചു. ഇരു വിഭാഗങ്ങളുടെയും വാദം കേട്ട ശേഷമാണ് ഇന്ന് കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞത്. കോടതി പറഞ്ഞത് അൻസിബയോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി തന്നെ അൻസിബയുടെ നേരിട്ട് മൊഴിയെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത മാസം 29-ന്, ആഗസ്റ്റ് 29-ന് അൻസിബയോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി അൻസിബയുടെ മൊഴിയെടുത്ത ശേഷമായിരിക്കും തുടർ തീരുമാനങ്ങൾ ഉണ്ടാവുക. അക്ഷയ്.